ലോകമെമ്പാടുമുള്ള പാർട്ടികളിലും ആഘോഷങ്ങളിലുമെല്ലാം വോഡ്ക ഇന്നൊരു സാധാരണ സാന്നിധ്യമാണ്. എന്നാൽ ഈ വോഡ്കയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ എത്രത്തോളം ശരിയാണ്? ഇത് കേവലം ഒരു ലഹരിക്ക് വേണ്ടി മാത്രമുള്ള പാനീയമാണോ? വോഡ്കയ്ക്ക് എന്തെങ്കിലും ആരോഗ്യപരമായ ഗുണങ്ങളുണ്ടോ? ഇതിന് പിന്നിലെ യഥാർത്ഥ കഥ എന്താണെന്ന് ഇന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ വെൽക്കം ബാക്ക് ടു ബെഞ്ചാര ഈറ്റോൾ ക്ലബ്. റഷ്യയിലും പോളണ്ടിലും ഇന്നും വോഡ്കയുടെ ഉത്ഭവത്തെക്കുറിച്ച് ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. വോഡ്ക ആദ്യം നിർമ്മിച്ചത് തങ്ങളാണെന്ന് ഇരു കൂട്ടരും നൂറ്റാണ്ടുകളായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. പോളണ്ടിലെ സന്തോർമീസ് കോടതിയിൽ 1405 വോഡ്ക എന്ന് പറഞ്ഞൊരു വാക്ക് രേഖപ്പെടുത്തിയതായിട്ട് ചരിത്രങ്ങൾ കാണിക്കുന്നു. എന്നാൽ അത് സൗന്ദര്യവർദ്ധന വസ്തുക്കൾക്കും മരുന്നുകൾക്കും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ദ്രാവകമാണെന്ന വാദവും നിലവിലുണ്ട്. അതേസമയം 14ാം നൂറ്റാണ്ടില് മോസ്കോയിൽ വോഡ്ക നിർമ്മിച്ചിരുന്നുവെന്ന് റഷ്യയും അവകാശപ്പെടും. ഈ ഒരു തർക്കം കാരണം 1977 പോളണ്ട് സോവിയറ്റ് യൂണിയനെതിരെ ഒരു നടപടി സ്വീകരിച്ചിരുന്നു. വോഡ്ക എന്ന പേരിലുള്ള പ്രത്യേക അവകാശം പോളണ്ടിൽ വേണം എന്നതായിരുന്നു അവരുടെ ആവശ്യം. വോഡ്ക ആദ്യമായി നിർമ്മിച്ചത് പോളണ്ടിലാണെന്ന് ഉള്ള തെളിവുകളുണ്ടെന്ന് പോളണ്ട് വാദിക്കുകയും എന്നാൽ റഷ്യയാണ് ഇത് ആദ്യം കണ്ടുപിടിച്ചതെന്ന് റഷ്യൻ പക്ഷം പറയുകയും ചെയ്തു. ഈ തർക്കത്തിലും ഈ വാദത്തിലും പോളണ്ടിന് അനുകൂലമായൊരു വിധി വന്നില്ല. കൂടാതെ വോഡ്ക ഉൽപ്പന്നങ്ങളെക്കുറിച്ചുള്ള നിയമപരമായ കാര്യങ്ങളിലും തർക്കങ്ങളുണ്ടായി. 2005 മുതൽ 2007 വരെ യൂറോപ്യൻ യൂണിയനിൽ നടന്ന വോഡ്ക യുദ്ധം ഇതിനൊരു ഉദാഹരണമാണ്. ധാന്യങ്ങളിൽ നിന്നോ ഉരുളക്കിഴങ്ങുകളിൽ നിന്നോ ഉണ്ടാക്കുന്നതിനെ മാത്രമേ വോഡ്ക എന്ന് വിളിക്കാവൂ എന്നാണ് പോളണ്ട് ഉന്നയിച്ച വാദം. എന്നാൽ മറ്റ് രാജ്യക്കാർ കൂടുതൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വോഡ്ക ഉണ്ടാക്കുന്നതിനെ പിന്തുണച്ചു. അങ്ങനെ ധാന്യങ്ങളിൽ നിന്നും ഉരുളക്കിഴങ്ങിൽ നിന്നും അല്ല എന്നുണ്ടെങ്കിൽ അത് ലേബലിൽ കൃത്യമായി രേഖപ്പെടുത്തണം എന്നൊരു ഒത്തുതീർപ്പിൽ ആ പ്രശ്നം അവിടെ പരിഹരിച്ചു. ഇനി നമുക്ക് വോഡ്കയുടെ ആരോഗ്യപരമായ ചില ഗുണങ്ങളെ കുറിച്ച് നോക്കാം. ചരിത്രത്തില് വോഡ്ക മരുന്നിനായി ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. മിതമായ അളവിൽ വോഡ്ക കഴിക്കുന്നത് നല്ലതാണെന്ന് പഠനങ്ങൾ പറയുന്നു. രക്തയോട്ടം വർദ്ധിപ്പിക്കാനും അതേപോലെ രക്തം കട്ട പിടിക്കാതിരിക്കാനും വോഡ്ക സഹായിക്കുന്നു. അത് മാത്രമല്ല നമ്മുടെ സ്ട്രെസ് കുറയ്ക്കാന്, പല്ലുവേദന, തലവേദന തുടങ്ങിയ കാര്യങ്ങൾ കുറയ്ക്കാനും വോഡ്ക സഹായകരമാണ്. മാത്രമല്ല മുഖക്കുരു വരുന്നത്, മുടി കൊഴിച്ചില് ഇതൊക്കെ തടയാൻ വോഡ്ക നല്ലതാണ്. അമിതമായി മദ്യം ഉപയോഗിക്കുന്നത് കരൾ രോഗം, ഹൃദ്രോഗം, ക്യാൻസർ തുടങ്ങിയ മാരകമായ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കും. ഇനി നമുക്ക് വോഡ്ക നിർമ്മിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇവയെല്ലാം പുളിപ്പിച്ച് ലഭിക്കുന്ന ദ്രാവകം ഡിസ്റ്റിൽഡ് ചെയ്താണ് വോഡ്ക നിർമ്മിക്കുന്നത്. ഈ പ്രക്രിയയിൽ പുളിപ്പിച്ച മാവ് അഥവാ മാഷ് ഡിസ്റ്റിൽഡ് ചെയ്യുകയും ഇതിലെ മാലിന്യം നീക്കം ചെയ്യാനായിട്ട് ഫിൽട്ടർ ചെയ്യുകയും ചെയ്യുന്നു. ശുദ്ധീകരിച്ചതിന് ശേഷം ഇതിലെ ആൽക്കഹോളിന്റെ അളവ് കുറയ്ക്കാനായി ഇതിൽ വെള്ളം ചേർക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ ചെറിയ അളവിലാണ് ചെല്ലുന്നതെങ്കിൽ ഉന്മേഷം, അതേപോലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുക, വേഗത്തിൽ സംസാരിക്കുക തുടങ്ങിയ മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ഇത് കൂടിയ അളവിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടുക, സംസാരത്തിൽ വേഗത വർദ്ധിപ്പിക്കുക, ഛർദി, മയക്കം, അബോധാവസ്ഥയിലേക്ക് പോവുക തുടങ്ങിയ സംഭവങ്ങൾ ഉണ്ടാവും. ഇനി നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന പലതരം വോഡ്കയെ കുറിച്ച് നോക്കാം. ഒന്നാമത്തേത് പ്ലെയിൻ വോഡ്ക. ഇത് ഏറ്റവും സാധാരണ തരം വോഡ്കയാണ്. ഇതിന് പ്രത്യേക മണമോ ഗുണമോ പ്രത്യേക സ്വാദോ ഉണ്ടായിരിക്കില്ല. പലതരം കോക്ടെയിലുകൾ ഉണ്ടാക്കാനായിട്ടാണ് ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇനി ഫ്ലേവേർഡ് വോഡ്ക. ഇതിൽ ഫ്രൂട്ട്സ്, സ്പൈസസ്, ഹെർബ്സ് എന്നിവ ചേർത്താണ് ഇത് തയ്യാറാക്കുന്നത്. ഉദാഹരണത്തിന് നാരങ്ങ, കുരുമുളക്, കറുവാപ്പട്ട, വനില, തേന്, പേരയ്ക്ക എന്നിവയെല്ലാം ചേർത്ത് ഈ വോഡ്ക ലഭ്യമാണ്. ഇനി പ്രീമിയം ആൻഡ് ലക്ഷറി വോഡ്ക. ഉയർന്ന നിലവാരത്തിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ ശുദ്ധീകരണ പ്രക്രിയകളിലൂടെ നിർമ്മിക്കുന്ന വോഡ്കകളാണിത്. ഇതിന് വിലയും കൂടുതലായിരിക്കും. കൂടാതെ ഇതിന്റെ ലുക്ക് ആൻഡ് ഫീൽ തന്നെ ഒരു പ്രീമിയം ടച്ചിലായിരിക്കും. ഇത് പാക്ക് ചെയ്യുന്നത് വളരെ മനോഹരമായിട്ടായിരിക്കും. ഇനി വോഡ്ക നമുക്ക് എങ്ങനെ പാചകത്തിൽ ഉപയോഗിക്കാം എന്ന ചില രീതികളെ കുറിച്ച് നോക്കാം. നമ്മൾ ടൊമാറ്റോ സോസ് ഉപയോഗിക്കുന്നതിൽ വോഡ്ക മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടൊമാറ്റോയുടെ സ്വാഭാവിക രുചി പുറത്തേക്ക് വരാനായിട്ട് സഹായിക്കും. അതേപോലെ സോസിനെ മിനുസമുള്ളതാക്കാനും വോഡ്ക സഹായിക്കുന്നു. ഇനി നമ്മൾ മീറ്റ്, ഫിഷ് തുടങ്ങിയ കാര്യങ്ങൾ മാരിനേറ്റ് ചെയ്ത് വെക്കാറുണ്ട്. ഈ മാരിനേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് വോഡ്ക യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മീറ്റ് കുറച്ച് സോഫ്റ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഇനി പേസ്റ്റുകൾ, പൈ ക്രസ്റ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വെള്ളത്തിന് പകരം വോഡ്ക ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ക്രിസ്പി ഉള്ളതായിട്ട് നമുക്ക് ലഭിക്കും. ഇനി നമ്മൾ ഓയിൽ ഫ്രൈ ചെയ്തെടുക്കുന്ന പലഹാരങ്ങളിൽ കൂടുതൽ മൊരിയുന്നതായി കാണുന്നുണ്ടെങ്കിൽ ഒരല്പം വോഡ്ക ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഈ വോഡ്ക വെള്ളത്തേക്കാൾ വേഗത്തിൽ ബാഷ്പീകരിക്കപ്പെടുന്നത് കൊണ്ട് ഇതിന് കൂടുതൽ മൊരിഞ്ഞൊരു രൂപം നൽകാനായിട്ട് വോഡ്കയ്ക്ക് സഹായിക്കാൻ കഴിയും. ഇനി ചില മസാലകളിലെയും പച്ചക്കറികളിലെയും ഒക്കെ സുഗന്ധങ്ങൾ എടുത്തു കാണിക്കാനായിട്ട് ഈ വോഡ്കയ്ക്ക് സഹായിക്കാൻ കഴിയും. അപ്പോൾ നമ്മൾ കണ്ടതുപോലെ വോഡ്കയ്ക്ക് ഒരുപാട് നല്ല വശങ്ങളുമുണ്ട്, മോശം വശങ്ങളുമുണ്ട്. അപ്പോൾ കമന്റ് യുവർ തോട്ട്സ് ഓൺ ദിസ്. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതുവരെ signing out.